നമസ്കാരം. ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ക്രിസിയ ട്രെയിനിങ് കോളേജിലാണുള്ളത്. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എല്ലാ കോഴ്സുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ താഴേക്കിടയിൽ നിന്നും സ്വയം പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന നസീമയെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നസീമയുടെ ക്ലാസ്സിലൂടെയും കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലൂടെയും നമുക്ക് പരിചയപ്പെടാം. പേര് നസീമ എന്നാണ്. ഞാനിവിടെ പയ്യന്നൂർ പെരുമ്പയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് 19ാമത്തെ വർഷമാണ് സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അതായത് വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. ആദ്യം വീട്ടിൽ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നതും ഉമ്മ സ്റ്റിച്ചിങ് ചെയ്യായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഉമ്മൻ്റെ നിന്നാണ് എല്ലാം പഠിച്ചെടുത്തത്. പിന്നെ അത് പ്രൊഫഷണലായിട്ട് പഠിച്ചതിന് ശേഷം വീട്ടിൻ്റെ ഒരു കോളിൽ വെച്ചിട്ട് നമ്മളടുത്ത് വരുന്ന കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയായിരുന്നുണ്ടായത്. അങ്ങനെയാണ് പയ്യന്നൂരിലേക്ക് ഒരു സ്ഥാപനമായിട്ട് തുടങ്ങുന്നത്. ആദ്യം ഫസ്റ്റ് തുടങ്ങിയത് ഞാൻ കാലിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കാലിക്കടവ്. പിന്നെ അത് റോഡിന് ഒക്കെ ബിൽഡിംഗ് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് ആ സമയത്ത് പയ്യന്നൂരിലുണ്ടായിരുന്നു. അപ്പം ഇപ്പം പയ്യന്നൂരിൽ മാത്രമാണുള്ളത്. കാലിക്കടവ് ഒഴിവാക്കി. കാരണം അവിടെ ഹൈവേ വരുന്നത് കൊണ്ട്. ഈ കാലിക്കടവ് ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ പയ്യന്നൂർ ഉണ്ടായിരുന്നോ? രണ്ട് സ്ഥാപനം ഒരുമിച്ചിട്ടായിരുന്നു. അപ്പൊ ആദ്യം പയ്യന്നൂർ എവിടെ തുടങ്ങിയത് നിങ്ങൾ? പയ്യന്നൂർ തന്നെ ഇവിടെ തന്നെ. പയ്യന്നൂർ പഴയ സ്റ്റാൻഡിലായിരുന്നു ഫസ്റ്റ് ബിൽഡിംഗ് ഉണ്ടായത്. പിന്നെ എനിക്ക് റെന്റ് കുറച്ച് അധികം ആയതുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഈ സ്ഥാപനത്തിൽ 15 വർഷമായി. നിങ്ങൾ ഈ ചേംബറിന്റെ എന്തോ ഒരു അവാർഡെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായില്ലേ? എന്തോ സ്ത്രീ അതെയാ, സ്ത്രീ സംരംഭക അല്ലേ? അപ്പം ഇപ്പം നമുക്ക് ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ, വീട്ടമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇഷ്ടംപോലെ ഏജ് ഒന്നും നോക്കാതെ തന്നെ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. ഇത് സാധാരണ നിങ്ങൾ പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ തന്നെ, അതായത് കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജിയിലെ കോഴ്സ് ഇവിടെ 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട്. അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് PSC അപ്രൂവ്ഡ് ആണ് ആ ഒരു കോഴ്സ് വരുന്നത്. കാരണം ആ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് നമ്മുടെ സ്കൂൾ തലത്തിൽ, ഹൈസ്കൂൾ UP തലത്തിലൊക്കെ തയ്യൽ ടീച്ചർ പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 വിധത്തിലുള്ള ഗവൺമെന്റ് പോസ്റ്റുകൾ തന്നെ വരുന്നുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് അല്ല, കേരള സർക്കാരിന്റെ നേരെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്നത്. അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? സെൻട്രൽ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ വല്ല അവാർഡുകളൊന്നും നമ്മളത് സെന്റർ വെച്ച് നടത്തുന്നത്. ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. ഗ്രാൻഡ്, ടീച്ചേഴ്സ് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അത് വലിയൊരു ബെനിഫിറ്റ്. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതായത് മൈനോറിറ്റി SC/ST കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഗ്രാൻഡ് കുറവാണെന്നൊക്കെ പറഞ്ഞ കേരള സർക്കാരിന്റെ ഇപ്പൊ ഉള്ളത് മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് മൈനോറിറ്റി വർഷത്തിൽ 10,000 രൂപ വെച്ചിട്ട് അവര് മൈനോറിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC അപ്രൂവ്ഡ് ആണ്. നമുക്ക് ഗവൺമെന്റ് തലത്തിലേക്ക് പോകാം. അത് കൂടാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള സഹായങ്ങളും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് തലത്തിലാണെങ്കിലും വ്യവസായ വകുപ്പിന്റെ ഇതിലാണെങ്കിലൊക്കെ കുട്ടികൾക്ക് ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ അതല്ല, അവർക്ക് ഏതെങ്കിലും കമ്പനികളിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. സൂപ്പർവൈസറായിട്ട്, മർച്ചന്റിങ് ഫീൽഡിൽ, മാർക്കറ്റിംഗ് ഫീൽഡിൽ, ഫാഷൻ ഡിസൈനറായിട്ട്, ക്വാളിറ്റി കൺട്രോളറായിട്ട്, അങ്ങനെ ഒരുപാട്, ഫ്ലോർ മാനേജർ, അങ്ങനെ ഒരുപാട് സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സാണെങ്കിലും പലതരത്തിലുള്ള ജോലികൾ ആ ഒരു കോഴ്സിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെയ്യുന്ന കുട്ടികൾ സ്വന്തമായിട്ട്, കാരണം നമുക്ക് ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കുട്ടികളെയും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. ഏത് തരത്തിൽ കുട്ടികള്, കാരണം നമ്മുടെ കീഴിൽ പഠിച്ച എനിക്ക് തോന്നുന്നു 2006 ഞാൻ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് വീട്ടിൽ തുടങ്ങിയെന്നല്ലേ, 2006 ഞാൻ വീട്ടിൽ തുടങ്ങിയത് ഫസ്റ്റ്. അന്ന് മുതൽ ആ ഫസ്റ്റ് വന്ന ആ കുട്ടി മുതൽ ഇന്നിപ്പോൾ പഠിക്കുന്ന കുട്ടികൾ വരെയും ഏതൊരു സംശയത്തിനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം, സംശയങ്ങൾ വിളിക്കാം. അതിന്ന സമയത്ത് നിന്നില്ല, ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും അവരുടെ സംശയങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന, സാമ്പത്തികമായിട്ട് നമുക്ക് എന്തായാലും സഹായിക്കാൻ പറ്റില്ല, അല്ലാതെ നമ്മൾ ഏത് തരത്തിലുള്ള സഹായങ്ങൾ വേണമെങ്കിലും നമ്മളെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ചു പോയ കുട്ടികൾ, അവർക്ക് നമ്മളെ മാത്രമാണ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ.
പിന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 100% പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിപ്പം കമ്പനികളിലാണെങ്കിലും നമ്മളിവിടെ തന്നെ ഫസ്റ്റ് അവർക്ക് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് ടീച്ചിങ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, പ്രൊഫഷണൽ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കമ്പനികളിലേക്ക് വേണമെങ്കിലും കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് എടുക്കാം. ടീച്ചിങ്ങിനാണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ, കാരണം അവർക്ക് ആ ടീച്ചിങ് ട്രെയിനിങ് എടുക്കുന്ന സമയത്താണ് അവർ പഠിച്ചതിൽ അവർക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ 2 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞതിൽ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ 45 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് കമ്പൾസറിയാണ് കമ്പനികളിൽ. അപ്പോൾ നമ്മളത് കുട്ടികളെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത്. അവർക്കൊന്നുകൂടി ലാംഗ്വേജ് കുറച്ചും കൂടെ ഫ്ലുവൻ്റ് ആകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ പോയുന്ന സമയത്ത് അവർക്ക് എന്താണ് അവിടെ ചെയ്യാനുണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കേരളത്തിൽ ഈ കണ്ണൂർ ജില്ലയിലുള്ള കുട്ടികളാണ്, പുറത്ത് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും? എല്ലാ ജില്ലകളിലും, എല്ലാ ജില്ലകളും അവർ താമസ സൗകര്യമൊക്കെ നമുക്കിവിടെ ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലുണ്ട്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് ജില്ലക്ക് നമ്മുടെ കേരളത്തിന്റെ പുറത്തുനിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ ഇപ്പം ഈ ഒരു ബാച്ചിലൊക്കെ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ പഠിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഈ അധ്യാപകർക്ക് നിങ്ങൾ മാത്രമാണ് വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്? ഇവിടെ 7 ടീച്ചേഴ്സ് ഉണ്ട്. കുട്ടികളിപ്പോൾ ട്രെയിനിങ്ങിലാണുള്ളത്, ലാബാണ്. നമ്മുടെ ഈ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്. അവധിക്കാല കോഴ്സുകൾ എന്തെല്ലാം നടത്തുന്നത്? ഈ വെക്കേഷൻ ക്ലാസ് എപ്പോൾ തുടങ്ങുന്നത്? ഏപ്രിൽ ഫസ്റ്റ് വീക്ക്. 45 ദിവസം. നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഇതാണ് അല്ലേ, ഗ്രീനറി ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെയുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം തികച്ചും സുരക്ഷിതമായ ഒരു ഇടമാണ് ഈ നസീമ ടീച്ചറുടെ ഈ പരിശീലന കേന്ദ്രം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പടി ഉയർന്നു വരുന്നത്. നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ് ഇവരുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ളത്. ഏകദേശം നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളായിട്ട്. അതുകൊണ്ട് ഇവിടെ കുട്ടികളെ അയക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.